നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ്. ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മെസ്സേജ്, ഇപ്പോൾ നമ്മൾ നോർമൽ വാട്സപ്പ് ആണെങ്കിലും വാട്സപ്പ് ബിസിനസ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ ആയിട്ടൊരു മെസ്സേജ് പോവുക എന്നുള്ളതാണ് നമ്മൾ ചാറ്റ് ബോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സാധാ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടിൽ നമുക്ക് എവേ മെസ്സേജസ് അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതായത് ഒരു കസ്റ്റമർ മെസ്സേജ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പോകാമെന്നുള്ളത്. അത് ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ആ മെസ്സേജസ് പോവാം. പിന്നീട് അവർ അയക്കുന്ന പർട്ടിക്കുലർ കീവേഡിനനുസരിച്ചിട്ടുള്ള മെസ്സേജസും കാര്യങ്ങളൊന്നും അതിനയക്കാൻ പറ്റില്ല. അത് ജസ്റ്റ് ഒരു എവേ മെസ്സേജസും ഗ്രേറ്റിംഗ് മെസ്സേജസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അതിരിക്കുന്നത്, അതിൻ്റെ ഓപ്ഷൻസ് ഇരിക്കുന്നത്. നമുക്ക് ഈ ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കീവേഡിനെ അനുസരിച്ചിട്ട് നമുക്ക് മെസ്സേജസ് അയക്കാം. ഞാനിപ്പോൾ ഈ ചാറ്റ് ബോട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ കീവേഡ് ഇൻകമിങ് മെസ്സേജസ് എന്ന് പറയുന്നത് HAI എന്ന് പറയുന്നത് ഹായ്, ഹീ എന്ന് പറയുന്നതും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഹായ് എന്ന് പറഞ്ഞൊരു കസ്റ്റമർ മെസ്സേജ് അയക്കണമെങ്കിൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വേറെ നമ്പറിൽ നിന്ന് ഞാനൊരു HAI എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും മെസ്സേജ് വന്നേക്കണം. അപ്പോൾ തന്നെ ആൾക്ക് ഒരു ഓട്ടോമാറ്റിക്കലി ഒരു മെസ്സേജ് പോയിട്ടുണ്ട്, ഒരു ഫോട്ടോയും ഒരു ഡെമോ ചാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും പോയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഞാൻ HI എന്നുള്ളത്, HI എന്ന് പറയുന്നത് ഞാൻ സാധാ ടെംപ്ലേറ്റാണ് ഞാൻ കൊടുത്തേക്കുന്നത്, ഫോട്ടോ ഉള്ളതല്ല. ഞാൻ ജസ്റ്റ് HI എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് കൂടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ അതനുസരിച്ച് ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കലി പോയതാണ്, ഞാൻ ടൈപ്പ് ചെയ്തിട്ടതല്ല, ഓട്ടോമാറ്റിക്കലി പോയ മെസ്സേജസ് ആണ്. ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ ബോട്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡ് ന്യൂ റിപ്ലൈ എന്നുള്ള ഓപ്ഷൻ, അതായത് ഇവിടെ ആഡ് ബട്ടൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് ആഡ് ബട്ടൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ഇൻസ്റ്റൻറ്റ്, ഞാൻ 01 കൊടുത്തു. അതാണ് നമ്മൾ ഇൻസ്റ്റൻറ്റ് ആഡ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ വേറെ ഇൻസ്റ്റൻറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ഇൻസ്റ്റൻറ്റ് ഓൾ എന്നുള്ള സെലക്ഷൻ ടിക്ക് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൻസ്റ്റൻസ്, അതായത് കണക്ട് ചെയ്ത വാട്സപ്പ് നമ്പർ എല്ലാത്തിലും ഈ ഒരു കീവേഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് പോകാമെന്നുള്ളൊരു ഓപ്ഷനാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇൻകമിങ് കീവേഡ്സ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന മെസ്സേജ്, ഇപ്പോൾ ഞാൻ DM എന്ന് കൊടുക്കണതാണ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കണ്ടൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇപ്പോൾ വേറെ ഏതെങ്കിലും കീവേഡ്സും കാര്യങ്ങളാണെങ്കിൽ ഇട്ടിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീവേഡ് മാച്ചിങ്, എക്സാക്റ്റ് വേർഡും ഉണ്ട്, മാച്ചിങ് വേർഡ് ഉണ്ട്. എക്സാക്റ്റ് വേർഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ DM എന്ന് പറഞ്ഞ മെസ്സേജ് മാത്രം അയക്കണമെങ്കിൽ അങ്ങനെ സെൻഡ് ചെയ്യാൻ എക്സാക്റ്റ് ആ വേർഡ് കറക്റ്റ് ചെയ്താണോ ആ വേർഡ് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് പോയാൽ മതി എന്നുള്ളത്. മാച്ചിങ് വേർഡ് എന്ന് പറയുന്നത് നമ്മളൊരു സെൻറ്റൻസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സെൻറ്റൻസ് ടൈപ്പ് ചെയ്ത് നമുക്കൊരു മെസ്സേജ് വരുന്നതാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കീവേഡ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ DM അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കീവേഡ് അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടാണ് മെസ്സേജ് വരുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ റിപ്ലൈ പോകണമെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടെക്സ്റ്റ് ഉണ്ട്, സെലക്ട് ടെംപ്ലേറ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ടെംപ്ലേറ്റുകൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ റൈറ്റ് റിട്ടേൺ ആണെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, ടെംപ്ലേറ്റ് ആണെങ്കിൽ ടെംപ്ലേറ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ഡെമോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണേണ്, മാർക്കറ്റിംഗ് കണ്ടൻറ്റ് വെറുതെ ഒരു ഇതിനു വേണ്ടി കൊടുക്കണേണ്. ഓക്കെ, ഇവിടെ ആഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ലൈക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻസോ പോലെ നമുക്ക് റിയാക്ഷൻ കൊടുക്കാം. ഈ ഇനേബിൾ ടൈപ്പിംഗ് എന്നുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമർ മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുകളിലായിട്ട് കാണിക്കും ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഈ മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടി ടൈപ്പിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും. അത് ജസ്റ്റ് ഒരു ഡിഫോൾട്ടായിട്ടുള്ളൊരു ഓപ്ഷൻസുകളാണ്, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അത് ഇത് കളയാം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വാട്സപ്പ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ വാട്സപ്പ് കണക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് ഇവിടെ ഗ്രീൻ ടിക്ക് ആണെങ്കിലാണ് നമ്മളത് കണക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് റീഫ്രഷ് ചെയ്യാം. ജസ്റ്റ് ഞാനിപ്പോൾ ഒരു DM എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാൻ പോണേണ്. ഞാൻ ഇതെടുത്തു, ഫോൺ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം, റിപ്ലൈ വരുന്ന രീതി. അപ്പോൾ ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാനിപ്പോൾ അവിടെ നിന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടൈപ്പ് ചെയ്തു, അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി മെസ്സേജ് പോയി. ഇനിയിപ്പോൾ DM എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയക്കണേണ്. DM എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുമ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായ കണ്ടൻറ്റ് നിങ്ങൾക്ക് അറിയാം, ഹായ് ഡെമോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് പോയി. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കീവേഡും കൂടെ കൊടുത്തിട്ടുണ്ട്, HAI എന്നുള്ളത്. HAI എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്യണേന്.
അപ്പോൾ അതും കൂടെ ടൈപ്പ് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള കീവേഡ് മെസ്സേജസ് ആയിട്ട് സെൻഡ് ആവും, മനസ്സിലായോ? അപ്പോൾ അതൊരു ഡെമോ ആയിട്ടുള്ളത് ഇമേജും പ്ലസ് കണ്ടൻറ്റും ആയിട്ടുള്ള ഇതാണ്. ഇപ്പോൾ ഈ ഇമേജിന് പകരം നിങ്ങൾക്ക് PDF ഫയലും കാര്യങ്ങളും അറ്റാച്ച് ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായതാണ് ടെംപ്ലേറ്റ് എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളത്. ഈ സെൻഡ് സിംഗിൾ മെസ്സേജസിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് സെലക്ട് ചെയ്യുക, ഫോൺ നമ്പർ അടിക്കുക, അറ്റാച്ച് ചെയ്യുക, ഇത് കണ്ടൻറ്റ് കൊടുക്കുക, എന്നിട്ട് സേവ് ടെംപ്ലേറ്റ് കൊടുത്തിട്ട് ആ ടെംപ്ലേറ്റ് സേവ് ചെയ്യുക. ടെംപ്ലേറ്റ് സേവ് ചെയ്തിട്ട് ചാറ്റ് ബോട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെലക്ട് ചെയ്ത ടെംപ്ലേറ്റിൻ്റെ അവിടെ ഏത് ടെംപ്ലേറ്റ് ആണോ ആ ടെംപ്ലേറ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് PDF ഫയലും ഇമേജ് ഫയലൊക്കെ ഓട്ടോമാറ്റിക്കലി റിപ്ലൈഡ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ.